നമ്മൾ ഈ ലോകത്ത് എന്താണ് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തിനാ പഠിക്കുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഈ പ്രായത്തിലാണോ പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നവരായിക്കോട്ടെ, അത് നിങ്ങളൊരു ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ മറ്റെന്തെങ്കിലും മേഖലയിൽ നിൽക്കുന്നവരായിക്കോട്ടെ, എന്ത് കാര്യത്തിലും നമ്മൾ തുടക്കത്തിൽ നമ്മൾ നിൽക്കുന്നതാണ് വി ആർ ബാഡ് അറ്റ് ഇറ്റ്. ആ കാര്യത്തിൽ നമ്മൾ വളരെ മോശമായിരിക്കും. കാരണം എന്താ, നമുക്കറിയില്ല, എന്താണെന്നറിയില്ല. നമുക്ക് പാട്ട് പാടുന്ന കാര്യമായിക്കോട്ടെ, ഡാൻസ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, വി ആർ റിയലി ബാഡ് അറ്റ് ഇറ്റ്. ഇതാണ് ആദ്യത്തെ ലെവൽ. ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ എന്താകും, അടുത്ത ലെവലിലേക്ക് പോവും. വി ബിക്കം ആവറേജ് അറ്റ് ഇറ്റ്. ആ കാര്യം ചെയ്യുന്നതിൽ ആവറേജ് ആയിട്ട് മാറും. ആവറേജിൽ നിന്ന് വീണ്ടും പഠിക്കുമ്പോൾ വി വിൽ ബിക്കം ഗുഡ് അറ്റ് ഇറ്റ്. എന്താകും, ഗുഡ്. ഓരോ ലെവല് കയറി 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 പോവാണേ. ഗുഡിൽ നിന്ന് വീണ്ടും പഠിക്കുന്ന സമയത്ത് വി ബിക്കം ഗ്രേറ്റ് അറ്റ് ഇറ്റ്. എന്തായി മാറും, ഗ്രേറ്റ് ആവും. ഗ്രേറ്റിൽ നിന്ന് വീണ്ടും പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തായിട്ട് മാറും, വേൾഡ് ക്ലാസ് ഓർ മാസ്റ്റേഴ്സ്. എന്തിനാ പഠിക്കുന്നത്? പഠിച്ചില്ലെങ്കിൽ വി ആർ ബാഡ്. അവിടെ നിന്ന് പഠിക്കുമ്പോൾ വി ബിക്കം ആവറേജ്. ആവറേജ് ആയിട്ട് പിന്നെയും പഠിക്കുമ്പോൾ വി ബിക്കം ഗുഡ്. വീണ്ടും പഠിക്കുമ്പോൾ വി ബിക്കം ഗ്രേറ്റ്. വീണ്ടും പഠിക്കുമ്പോൾ വി ബിക്കം വേൾഡ് ക്ലാസ്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ്. മാസ്റ്റേഴ്സ്. എൻ്റെ ചോദ്യം, ഈ ലാഡറിൽ നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ, നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ എവിടെയാണ്? ബാഡ്, ആവറേജ്, ഗുഡ്, ഗ്രേറ്റ് ആൻഡ് വേൾഡ് ക്ലാസ്. ടു മൂവ് ടു ദ നെക്സ്റ്റ് ലെവൽ, ടു ക്ലൈംബ് അപ്പ് ദ ലാഡർ. ഈ ലാഡർ കയറും തോറും മണി വിൽ നോട്ട് ബി എ പ്രോബ്ലം എനിമോർ. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും കാശ് നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ കാര്യം ചെയ്യുന്ന സമയത്ത്, ഷപ്ന, നീ പഠിപ്പിക്കുന്ന സമയത്ത് തുടക്കം ബാഡായിരുന്നു. അന്ന് നിനക്ക് പോലും നിന്നെ വിശ്വാസം ഇല്ലായിരുന്നു. ആ സമയത്ത് നിനക്ക് ആരും കാശ് തരുന്നില്ലായിരുന്നു. ബട്ട് വെൻ യു ബിക്കം ആവറേജ്, നൗ യു ആർ ഗുഡ് ഓർ ഗ്രേറ്റ്. ഇപ്പം എന്താണ്, അന്ന് ഫ്രീ കൊടുത്തോണ്ടിരുന്ന അതേ കാര്യത്തിന് ഇന്ന് 10,000 തരാൻ ആളുകൾ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്, തരുന്നുണ്ട്, നിനക്ക് കിട്ടുന്നുണ്ട്. അത് ആ മുഖത്തറിയാനുമുണ്ട്. ഇനിയും നീ കൂടുതൽ മികച്ചതായാൽ എന്തായി, ഗ്രേറ്റ് ആയി. ലക്ഷങ്ങൾ മേടിക്കാം, പിന്നെ അതിനു മുകളിൽ കോടികൾ മേടിക്കാൻ പറ്റും വെൻ യു ബിക്കം വേൾഡ് ക്ലാസ്. സോ യു ഡോണ്ട് ഹാവ് എനി മണി പ്രോബ്ലം, യു ഓൺലി ഹാവ് എ സ്കിൽ പ്രോബ്ലം. നിങ്ങൾ ഈ താഴത്തെ നിലയിൽ നിർത്തുന്നത് എന്താണ്, നിങ്ങളുടെ എന്തൊക്കെയോ സ്കില്ലില്ലായ്മ, സ്കില്ലിൻ്റെ കുറവാണ് നമ്മളെ താഴെ പിടിച്ചു നിർത്തുന്നത്. സോ നമുക്കാർക്കും പണം ഒരു പ്രശ്നമല്ല. വേൾഡ് ക്ലാസ് സ്കില്ലിന് ലോകം മുഴുവൻ പണം തരും. വേൾഡ് വിൽ പേ ഫോർ വേൾഡ് ക്ലാസ് സ്കിൽ. സോ നിങ്ങൾ പണത്തിൻ്റെ പിന്നാലെ അല്ല ഓടേണ്ടത്, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിലായിരിക്കണം ശ്രദ്ധ. കാരണം സ്കില്ല് ഡെവലപ്പ് ചെയ്യും തോറും മാർക്കറ്റിൽ നമ്മളുടെ വാല്യൂ കൂടും. വാല്യൂ കൂടും തോറും പൈസ നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തിന് പഠിക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തിന് നടപ്പാക്കണം. ബി ഇംപേഷ്യൻറ്റ് വിത്ത് സ്കിൽസ് ആൻഡ് ബി പേഷ്യൻറ്റ് വിത്ത് റിസൾട്ട്. റിസൾട്ടിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. സ്കിൽ ഡെവലപ്മെൻറ്റിൽ അക്ഷമരായിട്ടിരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവും. നിങ്ങൾ റിസൾട്ട്, കാശിൻ്റെ പിന്നാലെ ഓടും തോറും നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവും. അതേസമയം സ്കിൽ ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യും, ഒരു ഫ്രസ്ട്രേഷനും ഉണ്ടാവില്ല. യു വിൽ ബി കൂൾ. വിൽ ബി കൂൾ. നാശത്തിലേക്കുള്ള എളുപ്പമാർഗമാണ് ഈ റിസൾട്ടിന് പിന്നാലെയുള്ള ഓട്ടവും മറ്റൊരുത്തൻ ചെയ്യുന്ന കാര്യം കണ്ടിട്ട് കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നത്. ആ ഷൈനി ഒബ്ജക്റ്റ് സിൻഡ്രോം, ഏത് അക്കരപ്പച്ച, ആ ബിസിനസ് കൊള്ളാലോ, ഇതും കൂടെ ഒന്ന് ചെയ്തേക്കാം. ഇതൊരു മല കയറ്റമാണ്. ഇറ്റ്സ് ലൈക്ക് ക്ലൈംബിങ് എ മൗണ്ടൻ. ഇതൊരു മല കയറുന്ന പോലെയാണ്. ഇവിടുന്ന് കയറി, ഇവിടെ കയറി, ഇവിടെ കയറി, ഇവിടെ കയറി. ഇപ്പോഴത്തെ പിള്ളേർക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയോ, മറ്റൊരുത്തൻ കാശുണ്ടാക്കുന്ന കണ്ടുകൊണ്ട് ഇത് കൊള്ളാലോ, ട്രെയിനിങ് കൊള്ളാം, അല്ല ചെരുപ്പ് കട കൊള്ളാം, കുഴിമന്തി ആ ബിസിനസ് കൊള്ളാം എന്നും പറഞ്ഞിട്ട് ഇവന്മാർ എന്തെടുക്കും, ഇതിലോട്ട് ചാടിക്കയറും. ഇവിടെ എത്തുമ്പോഴത്തേക്കിന് ഇവന് മനസ്സിലാവും ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇവൻ നേരെ അടുത്തവനെ നോക്കും. അവൻ എന്തുവാ ചെയ്യുന്നത്, ഇവൻ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടും, ഇവിടുന്ന് ഇങ്ങോട്ട് ചാടും. ഈ ചാട്ടമാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ എവിടുന്നാ ചാടുന്നത്, ബാഡിൽ നിന്ന് മറ്റൊരു ബാഡിലേക്ക്, മറ്റൊരു ബാഡിലേക്ക്, മറ്റൊരു ബാഡിലേക്ക് ചാടി 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 കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവമാർക്ക് ഈ മുകളിലോട്ടാണ് കയറേണ്ടത് എന്നുള്ളത് അറിയില്ല. എന്തിനാ പഠിക്കുന്നേ, എന്തിനാണ് ട്രെയിനിങ്ങിന് പോകുന്നത്?
ട്രെയിനിങ്ങിന് പോകുമ്പോൾ, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, നല്ല നല്ല അറിവുള്ളവർ പറയുന്നത് കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങോട്ട് 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 ഇങ്ങോട്ടേക്കാണ് എൻ്റെ യാത്രയെന്ന് മനസ്സിലാവുന്നത്. കാരണം എന്താ? ഇവിടെ നിൽക്കുന്നവരാണ് വിളിക്കുന്നത്, ഡാ മോനെ മേളോട്ട് കയറിപ്പോരെ, നന്ദു, അക്ഷയ് കയറി വാടാ മേളോട്ട് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്നവരാ. നിങ്ങൾക്ക് ചുറ്റും ഇരിക്കുന്നവരും ഇവിടെ നിൽക്കുന്നവരാ. മറ്റേതോ അറിവില്ലാത്തവൻ, യൂട്യൂബിൽ കാണുന്നവൻ, ഫേസ്ബുക്കിൽ കമൻ്റ് ഇടുന്നവൻ, അവനെന്താ പറയുന്നത്? ബിസിനസ്സൊക്കെ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. അവൻ്റെ വാക്ക് കേട്ടാൽ ഉജ്ജ്വലമാകത്തേ ഉള്ളൂ. നിന്റെ അറിവില്ലായ്മയാണ് പ്രശ്നം. ഈ ജന്മം മുഴുവൻ ഇവൻ മല അന്വേഷിച്ച് നടന്നുകൊണ്ടേയിരിക്കും. ഒരു മൗണ്ടനും ഇവനെ ഇഷ്ടപ്പെടത്തില്ല. എല്ലാ മലകളെയും ഇവൻ കുറ്റപ്പെടുത്തും, എല്ലാ മാർക്കറ്റിനെയും ഇവൻ കുറ്റപ്പെടുത്തും, എല്ലാ സ്റ്റാഫിനെയും, എല്ലാ പ്രൊഡക്റ്റിനെയും, എല്ലാ കസ്റ്റമറെയും, എല്ലാ ഗവൺമെൻറ്റിനെയും ഇവൻ കുറ്റപ്പെടുത്തും. ഇവൻ മനസ്സിലാക്കുന്നില്ല, ഇവൻ ഈസ് ജമ്പിങ് ടു ദ നെക്സ്റ്റ് മൗണ്ടൻ, നെവർ ക്ലൈംബിങ് ടു ദ ടോപ്പ്. മുകളിലേക്ക് കയറണമെങ്കിൽ പഠിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ് ആരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ അവരെ നോക്കിയാൽ മതി, അവരാരും പഠിക്കുന്നില്ല എന്ന് മനസ്സിലാവും. ഈ മുകളിലോട്ട് കയറും തോറും, മുകളിലെത്തും തോറും നിങ്ങൾക്ക് കാശ് കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? വേൾഡ് വിൽ പേ ഫോർ വേൾഡ് ക്ലാസ്. നിങ്ങൾ ഏത് മേഖലയിൽ നിന്നോട്ടെ, ഇഫ് യു ആർ വേൾഡ് ക്ലാസ്, വേൾഡ് വിൽ പേ ഫോർ ഇറ്റ്. ലോകം മുഴുവൻ നിങ്ങൾക്ക് പൈസ തരും. ഇഫ് യു ആർ ട്രൂലി വേൾഡ് ക്ലാസ്, വേൾഡ് വിൽ ഫ്ലോ ടു യു. ലോകം ഒഴുകി വരും നമ്മളിലേക്ക്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്ലൈംബ് അപ്പ് ദ മൗണ്ടൻ.